യേശു കർത്താവിന് നന്ദി പറയാനുള്ള സമയമായി. ഇന്നത്തെ ദൂത് പ്രാർത്ഥിച്ച വിഷയത്തിലുള്ള ദൈവിക ഇടപെടൽ, അത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഹൃദയത്തെ നന്ദിയുള്ളൊരു ഹൃദയമാക്കി തീർക്കുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. 52 സങ്കീർത്തനം 9 വാക്യം, നീ അത് ചെയ്തിരിക്കുകൊണ്ട് ഞാൻ നിനക്ക് എന്നും സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. നിന്റെ ഭക്തന്മാരുടെ മുമ്പാകെ അത് നല്ലതല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ആഴമായി പകരുന്ന ദൂത് സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ, ദൈവമേ ചെയ്യണമേ, കർത്താവെ അതെനിക്ക് ചെയ്തു തരണമേ എന്ന് തൻ്റെ അധരത്തിലൂടെ പുറപ്പെടുവിക്കുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു, സമയങ്ങളുണ്ടായിരുന്നു. ആ തലത്തിൽ നിന്ന് ദൈവം അടുത്തൊരു അനുഭവത്തിലേക്ക് സങ്കീർത്തനക്കാരനെ കൊണ്ടുവന്ന ഒരു സന്തോഷത്തിലാണ് താനോടെ ആയിരിക്കുന്നത്. നീ അത് ചെയ്തിരിക്കുന്നത് കൊണ്ട്, നീ അത് ചെയ്തു തന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് പല കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മ സംസാരിക്കുന്നു. വ്യക്തമായി ദൂത് ഇടപെടുക. യേശു ചെയ്യും ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ പൈതലേ, അതിൻ്റെ നിവൃത്തി കാണാൻ പോവുക. അതിൻ്റെ പൂർത്തീകരണം ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ വെളിപ്പെട്ടു വരാൻ പോവുക. അതിനുള്ള സമയം ആയിരിക്കുകയാ. കണ്ടോ, സങ്കീർത്തനക്കാരൻ ചെയ്യണമേ ചെയ്യണമേ എന്ന് പറഞ്ഞ അധരവ, പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് യാചിച്ച് അധരവ. ആ അധരത്തെ ദൈവം തിരുത്തിയത് കണ്ടോ. ആ അധരത്തിലൂടെ തന്നെ കർത്താവിന് മഹത്വം വരുന്ന നിലവാരത്തിൽ ആ വാക്കെത്രയോ ശ്രദ്ധേയമാ. നീ അത് ചെയ്തിരിക്കുന്നത് കൊണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, ഈ വിഷയത്തിലുള്ള നിലവിളി ദൈവം മാറ്റാൻ പോവാ. കണ്ണുനീരിനെ യേശു ഒപ്പിയെടുക്കാൻ പോവാ. ദുഃഖം മാറ്റാൻ പോവാ. ആ തലത്തിൽ ഒരു സന്തോഷം ദൈവം പകരുന്നു. ദൈവപ്രവൃത്തി നടന്നതിൻ്റെ, ദൈവം ചെയ്ത് തന്നതിൻ്റെ ആ മഹത്വത്തിലാ ഇനിയുള്ള ജീവിതം, ഇനിയുള്ള സാഹചര്യം. അതേ നിലവാരത്തിലാ ദൈവത്തിൻ്റെ പ്രവൃത്തി കൂടാരത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നത്. സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമാക്കുക, നീ അത് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ നിനക്ക് എന്നും സ്തോത്രം ചെയ്യും. ദൈവത്തിൻ്റെ പൈതലേ, അതൂത് വിശ്വസിച്ചോ, അതൂത് ഏറ്റെടുത്തോ. എന്നും സ്തോത്രം പറയാൻ തക്കതായ ഒരത്ഭുതമാ ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ, ഈ വിഷയത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവം ചെയ്തു തരുന്നത് ഒരു ദിവസം സാക്ഷ്യം പറഞ്ഞ് നിർത്താനുള്ളതല്ല. ദൈവം ചെയ്യുന്ന പ്രവൃത്തി അല്പസമയം പാതപിടത്തിലിരുന്ന് നന്ദി പറയാനുള്ളതല്ല. എന്നും സ്തോത്രം ചെയ്യുക, എന്നും നന്ദി പറയുക. ആ നിലവാരത്തിലുള്ള ദൈവമഹത്വത്തിൻ്റെ കരമാ വിഷയത്തിൽ ദൈവം ചലിപ്പിക്കാൻ പോകുന്നത്. അതുപോലൊരു അത്ഭുതമാണ് എൻ്റെ കുടുംബത്തിൽ നടക്കാൻ പോകുന്നത്. ഈ ദൂത് ആഴത്തിലൊന്ന് വിശ്വസിച്ചേ, ആഴത്തിൽ ഏറ്റെടുത്തോ. ഇതിനകത്ത് അത്ഭുതം നടക്കാൻ പോവാ. സങ്കീർത്തനക്കാരൻ യാചിച്ച അധരങ്ങൾ കൊണ്ട് ദൈവം ഉത്തരം കൊടുത്തു. അത് താൻ വിളിച്ചു പറയുക, നീ അത് ചെയ്തിരിക്കുന്നത് കൊണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെ കുഞ്ഞിന് വേണ്ടി നീ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? എനിക്ക് വേണ്ടി നീ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? എൻ്റെ സഹോദരന് വേണ്ടി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? ആ പ്രാർത്ഥന നിഷ്ഫലമായി പോകത്തില്ല. അതിനകത്ത് ഉത്തരമുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്നു. എന്നും പ്രാർത്ഥിച്ച വിഷയം, എന്നും ചെയ്യണമെന്ന് പറഞ്ഞ വിഷയം, എന്നും നന്ദി പറയത്തക്ക നിലയിൽ, എന്നും കർത്താവിനെ സ്തുതിക്കത്തക്ക നിലയിൽ കർത്താവ് സാഹചര്യങ്ങളുടെ മേൽ അത്ഭുതം വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ നീതിയുള്ള ഭുജം അധികാരത്തോടെ ചരിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ആ വിഷയം എന്താ എന്ന് ചോദിക്കുന്നവരോട് അവരിനി ചോദിക്കത്തില്ല. കാരണം നിൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതിയെ കണ്ട്, അവസ്ഥയെ കണ്ട് മനസ്സിലാക്കുക. കാര്യങ്ങൾ
അന്വേഷിക്കേണ്ട പോലും വരത്തില്ല. ആ നിലയിൽ ഒരു മഹത്വം കൂടാരത്തിലുണ്ട്, ജീവിതത്തിലുണ്ട്. നീ അത് ചെയ്തിരിക്കുന്നത് കൊണ്ട് എന്നും നന്ദിയുള്ളതാ, എന്നും നന്ദിയോടെ, എന്നും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുമെന്ന് ഒരു വാഗ്ദാനം, ഒരു സമർപ്പണം, ഒരു ഉടമ്പടി ദൈവത്തോട് ഇന്നെടുത്തോ. ചില അത്ഭുതങ്ങൾ കർത്താവ് ഇതാ വേഗത്തിൽ വെളിപ്പെടുത്താൻ പോകുന്നു, വേഗത്തിൽ ചലിക്കാൻ പോകുന്നു. ഇതുപോലെ കർത്താവിൻ്റെ കരം ഇറങ്ങി വരാൻ പോവുക, ദൈവം സഹായിക്കാൻ പോവുക. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്നത്തെ ഞങ്ങളുടെ ശബ്ദത്തിനായി, ദൂതിനായി സ്തോത്രം കർത്താവേ. നീ അത് ചെയ്തിരിക്കുന്നത് കൊണ്ട്, നീ അത് ചെയ്തിരിക്കുന്നുണ്ട്. പല വിഷയങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്ന് കർത്താവ് ഇടപെട്ട് ആ ശബ്ദം വിശ്വസിക്കുക. നീ അത് ചെയ്തിരിക്കുന്നത് കൊണ്ട് കർത്താവ് ഇങ്ങനൊരു കാലവും സമയവും ദൈവം നിർണയിച്ചത് അത് വെളിപ്പെടാൻ പോകുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കണം. ഓരോ കുടുംബങ്ങളും തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.